ആരാ ഒരു മിടുക്കനായ വിദ്യാർത്ഥി? ആരാ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി? നമ്മുടെ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ ഉഴപ്പിയൊക്കെ നടന്നിട്ട് അവസാന നിമിഷം പഠിച്ച് പരീക്ഷയ്ക്ക് ഒന്നാമതാകുന്ന ഒരാൾ നമ്മുടെ ക്ലാസ്സിലില്ലേ? അവനാണ് ശരിക്കും ബുദ്ധിമാനായ വിദ്യാർത്ഥി, നല്ല കഴിവുള്ളവൻ. നമ്മുടെ ഈ ബുദ്ധിമാനെ നിർണ്ണയിക്കുന്ന അളവുകോലിനൊരു ചെറിയ വിഷയമുണ്ട്. അത് ഇച്ചിരി പഴയതാ, അതിൽ കുറച്ച് കോട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം, കൊടുക്കുന്ന പുസ്തകം അതുപോലെ പഠിച്ചിട്ട് തിരിച്ച് എഴുതിയോ പറഞ്ഞോ കേൾപ്പിക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ഒന്നാം സ്ഥാനം. പണ്ട് മുതലേ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്ലാസ്സിലൊക്കെ വേറൊരുത്തനുണ്ട്, അവൻ എല്ലാവരെയും പഠിപ്പിക്കും, അവരോടൊപ്പം അവനും പഠിക്കും, എന്നിട്ട് അവസാനം അവനും ചെയ്യിക്കും. അവൻ വലിയ ഒന്നാമനൊന്നും ആകില്ല, പക്ഷേ അവന് പറയാൻ പറ്റും, കർത്താവേ, എൻ്റെ വഞ്ചിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറേ ആളുകളുണ്ടെന്ന്. അവനാണ് ശരിക്കും ഒന്നാമൻ. അതുപോലെ ഒരു വിശുദ്ധ നമുക്കുണ്ട്, വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല കഴിവുണ്ടായിരുന്നു. അൽഫോൻസാമ നല്ലപോലെ പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ അൽഫോൻസാമയ്ക്കുള്ള ഒരു വേറൊരു ഗുണമുണ്ട്, ദൃഢനിശ്ചയം. എനിക്കൊരു സിസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ കാലം തൊട്ട് സിസ്റ്റർ എന്താ ചെയ്തേ? അൽഫോൻസാമ പ്രാർത്ഥിച്ചു, അതോടൊപ്പം തന്നെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം മാതാപിതാക്കളെ അറിയിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് അൾത്താരെ വണങ്ങാനായിട്ട് ഒരു വിശുദ്ധിയുണ്ട്, ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധിയുണ്ട്. എന്ന് വീട്ടുകാർ പറഞ്ഞനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അൾത്താരയിൽ വണങ്ങുവാനായിട്ട് ചിലപ്പോൾ അൽഫോൻസാമ ഉണ്ടാകണമെന്നില്ല. മാതാപിതാക്കളെ, നിങ്ങളോടൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്വപ്നക്കൂട്ടിൽ അടയിരിക്കരുത്. നിങ്ങൾ ഒരു കുട്ടി ജനിക്കുമ്പോഴേ അവർക്ക് ഡോക്ടറാകണം, അവരെ വക്കീലാക്കണം, എൻജിനീയർ ആക്കണം എന്ന് പറഞ്ഞ് അവരെ ചെറുപ്പം തൊട്ടേ നിർബന്ധിക്കരുത്. നമ്മൾ ആരാ അവരുടെ സ്വപ്നങ്ങൾക്ക് തടയിടാൻ? നമ്മൾ ആരാ അവരുടെ സ്വപ്നങ്ങളെ തേച്ചു വാങ്ങിച്ച് കളയാനായിട്ട്? അവർ പറക്കട്ടെ, അവരുടെ ഇഷ്ടത്തിന് അവർ നന്മയിലാണെങ്കിൽ ജീവിക്കട്ടെ. അവന് ഒരു കർഷകനാകാൻ ആഗ്രഹമെങ്കിൽ ആകട്ടെ, ഒരു ആർട്ടിസ്റ്റ് ആകാനാണ് ആഗ്രഹമെങ്കിൽ ആകട്ടെ. അവരെ ഈ ഇഷ്ടത്തിന് അവരെ പഠിക്കാൻ അനുവദിക്കുക. മക്കളെ, നിങ്ങളോടൊരു കാര്യം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും ഒരുപോലെ പൂർണ്ണമാക്കി തരുവാനായിട്ട് അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളവരായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് അവരോട് ശടിക്കരുത്, അവരെ ഒരിക്കലും ഒരു പരിധി കഴിഞ്ഞ് നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് ആകുന്ന രീതിയിൽ ചെയ്തു തരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ സത്യസന്ധമായിട്ടും ജീവിക്കണം. ഒരിക്കലും തെറ്റായ രീതിയിൽ പോകരുത്, കള്ളത്തരം പറയരുത്, കോപ്പി അടിക്കരുത്. എനിക്ക് മാത്രം ചെയ്യിച്ചാൽ പോലും നമ്മളെല്ലാവരും നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെയും പഠിപ്പിച്ച്, കുട്ടികൾക്ക് വേണ്ട 3 അത്യാവശ്യമായ കാര്യമുണ്ട്: പഠിക്കുക, പ്രാർത്ഥിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ നമ്മൾ ഭാവിയിൽ കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പം ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കണം, കർത്താവെ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒത്തിരി ആളുകളുണ്ടെന്ന്. അൽഫോൻസാമ വിശുദ്ധയായതുപോലെ നമുക്കും വിശുദ്ധനാകാനുള്ള വിളിയുള്ളവരാണ്. അതുപോലെ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് കർത്താവിന് വേണ്ടി ഒത്തിരി പേരെ നേടുവാനുള്ള കൃപ നമുക്ക് കർത്താവിനോട് തന്നെ ചോദിക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി നമുക്കിതെല്ലാം നേടിയെടുക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.